ഹായ് അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ. നല്ല പച്ച മസാലയൊക്കെ ഇട്ടിട്ടുള്ള വെറും 2 പൗഡർ മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. നല്ല മസ്റ്റ് ട്രൈ ആയിട്ടാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കുമ്പോഴല്ലേ എപ്പോഴും എനിക്കില്ല നമ്മളെ നാട്ടിലത്തെ ഒരു ഫീല് തോന്നാറുണ്ട് കേട്ടോ. നാട്ടിൽ കല്യാണങ്ങൾക്ക് പോയിട്ട് കഴിക്കുന്ന ഒരു ടച്ച് കിട്ടാറുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഫസ്റ്റ് ഇതാ 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനാവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേനിതാ ഞാൻ അവിടെ ചിക്കനൊക്കെ കട്ട് ചെയ്തിട്ട് ഈ ചിക്കൻ ഇതിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ചിക്കൻ ഇതിൽ വേവിച്ചിട്ടുള്ള ആ വെള്ളത്തിലാട്ടോ ഇനി ഞാൻ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റൈസിന് നല്ല ഫ്ലേവർ ആട്ടോ ഉണ്ടാവുക. ഇനി ചിക്കൻ അവിടെ വേവുമ്പോഴേക്ക് നമുക്കിത് മസാല ഉണ്ടാക്കാം കേട്ടോ. ഇതൊക്കെയുള്ള അതിന് മുന്നേ ഞാൻ കേട്ടോ ആദ്യം അരി കഴുകിയിട്ട് അത് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കണ്ടേ. ഇനി നമുക്ക് ഇതൊക്കെ മസാല ഉണ്ടാക്കുകയാണ്. ഫസ്റ്റ് ഇത് വെളുത്തുള്ളി ഇഞ്ചിയും ഒരു 15 പച്ചമുളകും കുറച്ച് മല്ലിച്ചപ്പും പുതിനയും പിന്നെ വലിയ ജീരകവും പിന്നെ കുറച്ച് സ്പൈസസൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അപ്പുറത്ത് പാൻ വെച്ചിട്ട് അതിൽ ഇതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഈ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ അതാദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. ശേഷം ഉള്ളി അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഇല്ലേ ഉള്ളിയും തക്കാളി ഒരുമിച്ചാട്ടോ ചേർത്ത് കൊടുക്കൽ. എന്നാൽ പിന്നെ ഒരുമിച്ചാണ്ട് പെട്ടെന്നാണ്ട് വരട്ടെ വിചാരിച്ചിട്ട് എപ്പോഴും അതിനായിട്ട് ചെയ്യുക. ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതാക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുണ്ട് ബിരിയാണിക്കില്ലേ ഈ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലുണ്ട് കേട്ടോ. അത് എപ്പോഴും നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ കേട്ടോ. എനിക്ക് നല്ലോണം അത് ഫീൽ ചെയ്തിട്ടുണ്ട് ആ ടേസ്റ്റ് വ്യത്യാസം കേട്ടോ. അത് കാരണം നന്നായിട്ട് ആക്കുന്നുണ്ട്. അതവിടെ വഴണ്ട് വരുമ്പോഴേക്ക് ഇപ്പുറത്ത് ഞാൻ സലാഡ് ഉണ്ടാക്കുന്നുണ്ട്. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള കേടിൻ്റെ സലാഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ ചോപ്പറുള്ള കാരണം അപ്പോൾ നല്ല സുഖമാണ്, നല്ല മടിയിക്കണം. അപ്പോൾ ഫുള്ളിപ്പോൾ എല്ലാതും വേഗം ക്ലീൻ ചെയ്തിട്ട് ഇതിലാണ്ട് ഇട്ട് കൊടുത്ത ഒറ്റ നെക്കിൽ പരിപാടി കഴിയുമല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് അതും ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി വേഗം ഞാനിതാ തൈരും ഉപ്പ് കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അപ്പോഴേക്കും ഒന്നത് സെറ്റാവും ചെയ്യുമല്ലോ നമ്മൾ ബിരിയാണി കഴിക്കാൻ നേരത്തേക്ക്. അപ്പോൾ അതും അതിൻ്റെ കൂടെ ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഇല്ലേ ഈ ഉള്ളിയും തക്കാളിയും ഇതൊക്കെ വഴണ്ട് വരുന്ന ആ ടൈം ഉണ്ട് ഞാൻ എപ്പോഴും ക്ലീൻ വേഗം ചെയ്യാറുണ്ട് കേട്ടോ. ആ ടൈമ് പെട്ടെന്ന് അത് വേഗം തീർത്ത് വെക്കുന്നത്. പിന്നെ ബിരിയാണി ദമ്മിടുന്ന ആ ടൈം വരുമ്പോൾ നമ്മളൊക്കെ കഴിഞ്ഞിട്ട് ഫുള്ള് കിച്ചണൊക്കെ ക്ലീൻ ആവുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കുന്നുകൂട്ടി വെക്കലില്ല കേട്ടോ. പിന്നെ അവസാനം നമ്മൾ തന്നെ കഴുകണ്ടേ. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം തന്നെ പരക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെക്കലുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ വെന്തതിന് ശേഷം ഞാൻ ചിക്കൻ അതിൽ നിന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ഒരു നാരങ്ങയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനൊപ്പം ഉപ്പ് കറക്റ്റ് അല്ലേന്ന് ശ്രദ്ധിക്കണേ. പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം കുറച്ച് ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഇനി ആ ചിക്കന് അതും ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ശേഷം നേരത്തെ മസാല ആക്കി വെച്ച ആ ജാറുണ്ടല്ലോ അതിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ട് ചേർത്തിട്ട് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചിക്കൻ ഓൾറെഡി വെന്തതല്ലേ. പക്ഷെ ഞാൻ ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ആ ചിക്കനിൽ പിടിക്കട്ടെ വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ശേഷം ഞാനിതാ കുറച്ച് കേട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണ് കേട് ഒഴിച്ചു കൊടുത്തിട്ട് മസാല സെറ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം അപ്പുറത്ത് റൈസ് ആവുന്നുണ്ട്. റൈസായിട്ട് വേണം അത് ദം ചെയ്തെടുക്കാൻ. അപ്പോഴേക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും ചെയ്യുമല്ലോ. എന്നിട്ട് വെള്ളം വറ്റിയതിന് ശേഷം ഞാൻ ആ റൈസ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ദം ചെയ്യുന്നുണ്ട്. ഈ റൈസ് മേലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് ഗരം മസാല മേലെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ റൈസിന് ഒന്നുകൂടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അത് ചെയ്യുന്നത്. എന്നിട്ട് അങ്ങനെ ഒരു 5 മിനിറ്റ് ദം ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അത്രേ ആവശ്യമുള്ളൂ. കാരണം ഓൾറെഡി ചിക്കനും റൈസൊക്കെ വെന്തത് കാരണേ നമുക്ക് ഒരുപാട് ടൈം വെക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഒരു 1 മണിക്കൂറൊക്കെ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ സെർവ് ചെയ്തിട്ട് കഴിക്കാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ബിരിയാണിയുടെ റെസിപ്പി ഇല്ല എനിക്ക് പറഞ്ഞത് എൻ്റെ കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കുന്ന ഒരു രീതി കേട്ടോ അത് ഈ ബിരിയാണി.
അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മളെ റൈസിനൊക്കെ നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നല്ല ഞാൻ അങ്ങനെ കുക്ക് ചെയ്യുന്ന ഒരാളൊന്നല്ല കേട്ടോ. എനിക്ക് ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ഞാൻ കുക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയത്. അതിന് മുന്നേ നാട്ടിൽ നിന്നൊന്നും ചെയ്തിരുന്നില്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അപ്പം ഇങ്ങനെ യൂട്യൂബും ഓരോന്ന് നോക്കിയിട്ടും പിന്നെ നമുക്ക് നമ്മളതായ ഉമ്മാർ ചെയ്ത് കണ്ടിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ടാട്ടോ ഇവിടെ വന്നിട്ട് തുടങ്ങിയിട്ട്. ഫസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഫസ്റ്റ് വിസിറ്റിങ്ങിന് വന്ന ടൈമിൽ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സാദാ ചോറ് ഞാൻ എൻ്റെ വീട്ടിൽ ഉപ്പൊന്നും ഇടാറില്ല. ഇത് പക്ഷേ നമുക്ക് ചോറ് ഉണ്ടാക്കണം എങ്ങനെ അറിയാത്തതുകൊണ്ട് ഞാൻ യൂട്യൂബൊക്കെ എടുത്ത് സെർച്ച് ചെയ്തിട്ട് ഉണ്ടാക്കി കേട്ടോ. പക്ഷേ ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഉപ്പ് നല്ല കൂടുതലാണ്. അതാട്ടോ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കുക്കിങ്ങിന്.